ഓരോ മനുഷ്യനും രോഗിയാവുന്നതിൻ്റെ മെയിൻ കാരണം വിശ്വാസമാണെന്ന് ഇവിടുന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പം കുറേ ആൾക്കാർ വിളിക്കുമ്പം അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു വിശ്വാസി രോഗിയാകണമെന്ന്. അതിൻ്റെ കാരണം ഈ ശരീരം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ടി വിയിലേക്ക് നോക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പം ആ പ്രവൃത്തിയെ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നത് അറിയാതെ അല്ലെങ്കിൽ ആ പ്രവൃത്തി എനിക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗവും നമ്മുടെ അറിവിലുണ്ടാവില്ല. നമ്മുടെ അറിവിലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നോക്കാൻ സാധിക്കാത്തൊരു ഭാഗം വരും. എത്രത്തോളം ഇതെൻ്റെ ശ്രദ്ധയിലില്ലാതിരിക്കണോ അത്രത്തോളം ഞാൻ ഈ ശരീരത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അപ്പം വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ എന്നെ ചെറുപ്പം തൊട്ടേ മറ്റുള്ളവർ പഠിപ്പിച്ച് അനന്തതയിലുള്ള ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു കാര്യം, ഓക്കെ, ആ അനന്തതയിലുള്ള ദൈവത്തെ പറ്റിയുള്ള കാര്യം അവർ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഉറപ്പിച്ച് പറഞ്ഞ കാര്യത്തിൽ എനിക്കിതുവരെ ഉറപ്പായിട്ടില്ല. എൻ്റെ ജീവിതമാണ് ആ വിശ്വാസത്തിൽ നിന്ന് ആ ഉറപ്പിലേക്ക് എനിക്ക് മാറാനുള്ള അവസരം തരുന്നതെന്ന് തിരിച്ചറിയണതാണ് നമ്മളെ ജീവിതം. പക്ഷെ ഇവിടെ ആരും അത് തിരിച്ചറിയാൻ ശ്രമിക്കണില്ല. എന്തുകൊണ്ട് ശ്രമിക്കണില്ല? കാരണം അവിടെ ഓൾറെഡി കൺഫേം ചെയ്ത് ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ പല കാര്യങ്ങളിപ്പം എനിക്ക് ഈ വിരൽ മടക്കാം, ഇത് പൊക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ചില മാറ്റങ്ങൾ എനിക്കുണ്ടാക്കാൻ സാധിച്ചത് തൊട്ടിട്ട് ഈ അനന്തതയിലുള്ള ദൈവവുമായിട്ട് എൻ്റെ ബന്ധം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അറിവാക്കിയിട്ട് ഇതിനെ ഞാൻ കൺഫേം ചെയ്ത്, അതായത് അറിവിനെ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് ഞാൻ മാറി. ഈ അറിവിനെ കൺഫേം ചെയ്യുക എന്ന് പറയുന്നത് അറിയാനുള്ള സാധ്യതയെ നമ്മളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചതിനപ്പുറം ഞാൻ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ ആ ദൈവികതയെ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് എൻ്റെ ശരീരം ഞാൻ എങ്ങനെ ഉപയോഗിക്കണം, ചുറ്റുപാടുള്ള വസ്തുക്കളുമായിട്ട് എത്രത്തോളം എനിക്ക് സൗമ്യമായിട്ട് സാമ്യതയിൽ പോകാൻ സാധിക്കണം. അല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് അല്ല. കാരണം ഞാൻ അടുത്തുള്ള ഒരാളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഈ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുമായിട്ട് ചേർന്ന് നിൽക്കാൻ എന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഈ സിസ്റ്റം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മുന്നിലൊരാൾ വന്നിട്ട് അയാളെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നതോടെ എന്നിലുള്ളൊരു കപ്പാസിറ്റി പിന്നെ വർക്ക് ചെയ്യണില്ല. പിന്നെ എന്തിനാണ് ഇതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ. ആൾക്കാർ ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞിട്ട് വിരക്തി അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ മാത്രമാണ് സഫറിങ്, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്താ പറയാൻ കാരണം ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണാത്തത് കൊണ്ട് ഇതിൽ പല കാര്യങ്ങളും കയറ്റി വെച്ചത് കൊണ്ട് അവർക്ക് ഈ ശരീരത്തെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഈ ശരീരത്തിൽ ഞാൻ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ നോക്കി കണ്ട് അതിനെ കൃത്യമായിട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്കും തന്നെ അവരായിട്ട് നിൽക്കാനുള്ള അവസ്ഥ അവിടെ നമ്മളെന്ന് പറയുന്ന ഒരു കുടുംബം രൂപപ്പെടുകയാണ്. അല്ലാതെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമായിട്ട് കുടുംബമാവണില്ല. പരിശോധിക്കുക, മനസ്സിലായോ? നിരന്തരം പരിശോധിക്കുക. കാരണം ഇവിടെ എല്ലാ ഭാഗത്തും നമ്മൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പഠിപ്പിച്ചത്. മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഭാഗത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും
ഈ ജീവിതം എന്ന രീതിയിൽ ഈ ഉത്തരത്തെ കണ്ടുപിടിക്കലും അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അവിടെ സത്യസന്ധമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയെ ഓരോരുത്തരും തുറന്നു കൊണ്ടുവന്നാൽ ഈ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ബോധ്യത്തിലേക്ക്, കാരണം എപ്പോഴും ആക്ടിവിറ്റി അല്ലേ, ഇത് ആർക്കൊന്നും ചെയ്യാനില്ല, മനസ്സിലായ? കുറച്ച് വീട്ടിലത്തെ ജോലി ചെയ്ത് അല്ലെങ്കിൽ രാവിലെ 9 to 5 മണിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി വീട് വെച്ച് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോണത്. എന്നിട്ട് ആർക്കൊരു സ്വസ്ഥതയില്ല. അപ്പോൾ നമ്മൾ സ്വസ്ഥതയില്ല എന്ന് പറയണത് അങ്ങനെ പോയ അവസരത്തിൽ നമ്മുടെ അനുഭവത്തെയാണ് പറയണത്. നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാനേജ് ചെയ്യാം, അതിൽ വിഷയമില്ല. പക്ഷെ ഞാൻ പറയണത് ഈ വിശ്വാസം ഇല്ലാത്തൊരു സംഗതിയെ ഉറപ്പിക്കുമ്പം അവിടെ കണ്ടൻ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന ഈ മെസ്സേജ് അതാണ് നമ്മുടെ രോഗത്തിന് കാരണം. അപ്പോൾ നിരന്തരം അനുഭവത്തിൽ തുടരുക. ഓക്കെ, അവിടെ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ ദൈവത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരിക. കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഇത് പ്രവർത്തിക്കണത്. ഞാനോ നിങ്ങളോ തീരുമാനം എടുത്തിട്ട് പ്രവർത്തിക്കണോ ഒന്നും ഇതില്ലല്ലോ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്തോട്ട് അന്വേഷിച്ച് പോകുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രവർത്തനവും ആ പ്രവർത്തനത്തിൻ്റെ കാരണവും കാര്യവും തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പം ഓരോ പ്രശ്നങ്ങളും മാറുന്നത് കാണാം. കാരണം അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ വരികയാണ്. ഇത് വെറും സിമ്പിൾ കാര്യമാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചെയ്യുന്ന പ്രവൃത്തി, ആ തൊടുമ്പോഴുള്ള ആ ടച്ചിൻ്റെ ഫീല്. അല്ലാതെ ഇതിന് മതമോ ജാതിയോ ജോലിയോ നിങ്ങൾ ഒന്നും വിഷയമല്ല, മനസ്സിലായോ? ഇത് എല്ലാവർക്കും ഒരുപോലെ സാധ്യമാകുന്നതാണ്. പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ കാര്യം.